ടീം നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു സീരീസിൽ വൈസ് ക്യാപ്റ്റൻസി കൂടി കൊടുക്കും. അതായത് നമ്മൾ ഋഷഭ് പന്തിന് പരിക്ക് കാരണം ഇദ്ദേഹത്തിനാണ് വൈസ് ക്യാപ്റ്റൻസി. അദ്ദേഹം ഈ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം കിട്ടുന്ന സമയത്ത് പോലും അദ്ദേഹം വൈസ് ക്യാപ്റ്റൻസി എന്നിൽ ഏൽപ്പിച്ചത് ഒരു വലിയൊരു കാര്യമാണെന്ന് കൊണ്ട് അദ്ദേഹം പറഞ്ഞു. ആക്ച്വലി രവീന്ദ്ര ജഡേജ കുറച്ച് മുമ്പേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു താക്കോൽ ചുമതല കൊടുക്കാൻ പ്രാപ്തനായ ഒരു കളിക്കാരനായിരുന്നു. CSKയുടെ ക്യാപ്റ്റനായിട്ട് അദ്ദേഹം ആ സമയത്ത് പരാജയമായിരുന്നെങ്കിൽ, അത് പരാജയം എന്ന് പറയാൻ പറ്റില്ല, കാരണം ആ സമയത്ത് ഒരുപാട് അധികാരമൊക്കെ ഉള്ള ഒരു CSK ടീമാണ്, IPL ആണ്. പക്ഷേ രവീന്ദ്ര ജഡേജക്ക് വൈസ് ക്യാപ്റ്റൻസി അദ്ദേഹം അങ്ങ് ആസ്വദിച്ച പോലെയാണ് എനിക്ക്. പ്രത്യേകിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു തലമുറ മാറ്റത്തിന്റെ സമയത്തൊക്കെ നമ്മളൊരു അനുഭവ സമ്പത്ത് കൂടി ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള, ഇപ്പോൾ ജസ്പ്രീത് ബുംറ അനുഭവ സമ്പത്തുള്ള കളിക്കണം, പക്ഷേ ജഡേജ കുറച്ചുകൂടി ലീഡർഷിപ്പ് റോളിൽ കുറച്ചുകൂടി ടീമിനെ നയിക്കാൻ പറ്റിയൊരു മനുഷ്യനാണ്, ഒരാളാണ്. മാത്രമല്ല ഈ ജഡേജയുടെ ബാറ്റിംഗ് നോക്കുമ്പോൾ നമ്മളിപ്പം 2 ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചൊരു ഈ രഞ്ജി ട്രോഫി അല്ലെങ്കിൽ രഞ്ജി ട്രോഫി മത്സരത്തിൽ 2 ട്രിപ്പിൾ ട്രോഫി എന്ന് പറയുമ്പോൾ, ട്രിപ്പിൾ സെഞ്ചുറി എന്ന് പറയുമ്പോൾ അധികം ആരും നേടാത്തൊരു ഇതാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഒരു ചേതേശ്വർ പുജാര നേടിയിട്ടുണ്ടാവാം. ഇന്ത്യയിലെ മറ്റ് മുൻനിരക്കാർ ആരും നേടാത്തൊരു സംഭവമാണ്. അദ്ദേഹം ആ ഒരു പൊസിഷനിൽ ഇറങ്ങി തട്ടുപൊളിപ്പൻ പ്രകടനം കാഴ്ചവെച്ച് ട്രിപ്പിൾ സെഞ്ചുറി അടിക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രവീന്ദ്ര ജഡേജയുടെ ബാറ്റിംഗ് ആവറേജ് നോക്കുമ്പോൾ ഭയങ്കര കൗതുകമായിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് ഇന്ത്യയുടെ മധ്യനിരയിൽ വർഷങ്ങളായിട്ട് കളിച്ചൊരു മനുഷ്യനാണ് അജിങ്ക്യ രഹാനെ. അജിങ്ക്യ രഹാനയുടെ ടെസ്റ്റ് ആവറേജിനേക്കാളും കൂടുതലാണ് രവീന്ദ്ര ജഡേജയുടെ ടെസ്റ്റ് ബാറ്റിംഗ് ആവറേജ്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റിംഗ് അബിലിറ്റി നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അത് മാത്രമല്ല, ഇപ്പം ഈ ഒരു സീരീസിൽ അദ്ദേഹത്തിന് കൃത്യമായ ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട്, 6th പൊസിഷൻ. അത് ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് ചിലപ്പം 7ാമനായിട്ട് ഇറക്കുന്നു, 8ാമനായിട്ട് ഇറക്കുന്നു, 9ാമനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് ഈ ഒരു സീരീസിൽ അദ്ദേഹത്തിന്, ഈ ഒരു സീരീസിലും കഴിഞ്ഞ സീരീസിലൊക്കെ അദ്ദേഹത്തിന് ഒരു പൊസിഷൻ കൃത്യമായിട്ട് ഇന്ത്യൻ ടീം നിശ്ചയിച്ചു എന്ന് വേണം കരുതാൻ.